ഇന്നിപ്പോ എന്റെ കൂടെയുള്ള ടിനി എന്ന ആന്റിയാണ്. വരുമ്പോഴേ ഭയങ്കര മുട്ടുവേദനയായിരുന്നു അല്ലെ? മുട്ടുവേദനയായിട്ട് ഭയങ്കര ഒരു സ്റ്റെപ്പ് വെക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. നിൽക്കാനും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഒരു ട്രീറ്റ്മെന്റ് സാറിന്റെ അവിടെ വന്ന് ചെയ്തിട്ടുണ്ട്. സാറിന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. 2-3 വർഷം മുമ്പ് അങ്ങനെ വന്നിട്ട് 2 ദിവസം കൊണ്ട് വേഗത്തിൽ മാറി. 2-3 ദിവസമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് പോയി. ഇപ്പൊ വീണ്ടും വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു. തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തീരെ നടക്കാൻ പറ്റില്ല. മാത്രല്ല കാലിന്റെ മുട്ടിലൊരു ലോക്ക് പോലെ വന്നു. എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അതുപോലെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ രാത്രി കിടക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിനായിരുന്നു. ഉറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുത്തു തുടങ്ങിയിട്ട് എനിക്ക് 12 ദിവസമായി. അപ്പൊ ഇപ്പൊ ഭയങ്കര ആശ്വാസമായി. നാളെ പോവാന്നുള്ള അതന്നെ സന്തോഷം. ഇപ്പൊ അല്ല ഞാൻ പറയാം, ഇത് വേറെ വല്ലയിടത്താണെങ്കിലേ ഇതിപ്പോ വലിയ മുട്ട് മാറ്റി വയ്ക്കൽ സർജറി ഇല്ലാണ്ട് ഒന്നും പറ്റില്ല എന്ന് പറയാ അവര് അപ്പൊ മാറ്റി വയ്ക്കും, വേറെ ഒന്നും ചിന്തിക്കലില്ല. അപ്പൊ നമ്മള് ആദ്യത്തെ വന്ന സമയത്ത് നമ്മളത് വെറും 2 ദിവസം നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഇത്രയും വർഷം പഴകിയപ്പോഴാണ് കുറച്ചെങ്കിലും ദിവസം ആവശ്യമാണ്. എന്നാൽ പോലും ആ വേദന വെച്ചിട്ട് കുറെ നാളിങ്ങനെ നടന്നു. വീട്ടില് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ മസിൽ ഇങ്ങനെ ഇരുന്ന് ടൈറ്റ് ആയിട്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റാണ്ടായത്. നമ്മൾ ഈ മസിൽസ് ഒന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോ പലപ്പോഴും ഒപ്പിയിലെ ആൾക്കാർ വരുമ്പോഴേ ഒരു ലേഡി വന്നു കഴിഞ്ഞപ്പോ മുട്ട് മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടാ വന്നേ. അപ്പൊ നമ്മുടെ ഇരിക്കുന്ന ഒപ്പിരിക്കുന്നു, തൊട്ടപ്പുറത്ത് ഇരുന്ന് വെറുതെ മസിൽസ് കാലിലൊന്ന് വെറുതെ ഒപ്പിരിരുന്നിട്ട് തന്നെ ചെയ്തപ്പിന്നെ മുട്ട് നീർന്നു. ഞാൻ പറഞ്ഞത് പലപ്പോഴും ഒരുപാട് പേര് മുട്ട് മാറ്റി വെക്കാൻ തവണയും പറഞ്ഞു ആണല്ലേ, സ്റ്റാൻഡ് ചെയ്ത് വേറെ വല്ലതും ചെയ്യേ. ഞാൻ പറഞ്ഞു സാറിന്റെ അടുത്ത് പോയി എനിക്ക് മാറും എന്തുണ്ടെങ്കിൽ വന്നാൽ മതി. നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ, നിസ്സാര കാര്യങ്ങളൊക്കെ ഉള്ളൂ. മസിൽസേ ഒരുപാട് ഇരുന്ന് പഴകി കേടാക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളൂ.